ഹലോ എവരിവൺ, വെൽക്കം ടു സ്മാർട്ട് ഷോ ഇറ്റ്. ഇന്ന് നമുക്ക് റീഡിംഗ് വെച്ച് പഠിക്കാം. റീഡിംഗ് എ പാർട്ട് എങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് ഓൾ ആൻസേഴ്സ് ഇൻ 15 minutes ഫ്രം എ പാർട്ട്. സോ നമുക്ക് റീഡിങ്ങിൻ്റെ എ പാർട്ടിൽ ഫുൾ മാർക്സ് കിട്ടിയാൽ, ഔട്ട് ഓഫ് 20 നമുക്ക് കിട്ടിയാൽ, ദർ ഈസ് മോർ ചാൻസ് ടു ഗെറ്റ് 350 അല്ലെങ്കിൽ ബി സ്കോർ. സോ എ പാർട്ടിന് കൂടുതലായിട്ടുള്ള വെയിറ്റേജ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ എ പാർട്ട് നന്നായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. എ പാർട്ടിലെ ആൻസേഴ്സ് എങ്ങനെ ഈസി ആയിട്ട് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സോ നമുക്കെല്ലാവർക്കും അറിയാം, എ പാർട്ടിൽ 15 minutes കൊണ്ട് നമ്മൾ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം അല്ലേ. നമുക്ക് എ പാർട്ടിൽ നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളെല്ലാ ആൻസേഴ്സും തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒന്നും നമ്മൾ മിസ് ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് എ പാർട്ടിലെ കുറച്ച് എങ്ങനെയാണ് പെട്ടെന്ന് ആൻസേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് മാത്രമാണ് നമുക്ക് എ പാർട്ട് വേഗം കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഇന്നൊരു മെറ്റീരിയൽ ചെയ്തു, അതിനുശേഷം ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് അടുത്തൊരു മെറ്റീരിയൽ എടുത്തു, എക്സാമിന് മുന്നേ ഓക്കെ ഒരു 10 മെറ്റീരിയൽസ് നമ്മളൊന്ന് ചെയ്തു നോക്കി. നമുക്ക് വളരെ ഡിഫിക്കൾട്ടാണ് നമ്മൾക്ക് റീഡിങ്ങിൻ്റെ പാർട്ട് ഫുൾ കിട്ടുക എന്നുള്ളത്. അതേ സമയത്ത് റെഗുലർ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എ പാർട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് കിട്ടും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീഡിങ്ങിൻ്റെ എ പാർട്ടിലെ ആൻസേഴ്സ് എല്ലാം തന്നെ 4 ടെക്സ്റ്റിലും കൂടെ കൂടിയായിട്ട് ടെക്സ്റ്റ് എ, ടെക്സ്റ്റ് ബി, ടെക്സ്റ്റ് സി, ടെക്സ്റ്റ് ഡി, ഈ 4 പാരഗ്രാഫിലും കൂടെ കൂടിയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എവിടെയും പോയി നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിടെ പാരഗ്രാഫിൽ തന്നെ കൃത്യമായിട്ട് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എ പാർട്ടിലെ ആൻസേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതിനകത്ത് വലിയ ഡിഫിക്കൽട്ടി ഇല്ലാതെ നമ്മൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾക്ക് വേണ്ടത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് മാത്രമാണ്. വൺസ് നമ്മൾ OET പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് പഠിക്കുന്ന ആഗ്രഹമുള്ളവരുണ്ടാവും, ഒരുപാട് പേര് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരുണ്ടാകും. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് കുറവായതുകൊണ്ട് കുറേ പേരും ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നില്ല, പക്ഷെ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എനിക്കറിയാവുന്ന ഒത്തിരിയും പേരുണ്ട്. അയർലൻഡിലും UK-യിലും അതുപോലെ തന്നെ ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലുമെല്ലാം കെയറേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾ, ഹസ്ബൻഡിൻ്റെ വിസയിൽ പോയിരിക്കുന്ന കുട്ടികൾ, അവർക്കെല്ലാവർക്കും OET വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് തന്നെയാണ്. സോ അവർക്കെല്ലാം അവിടെ ജോലിക്ക് കയറാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യേകമായിട്ട് ഈ വീഡിയോ. നിങ്ങൾ ഡ്യൂട്ടിക്ക് ഇടയ്ക്കാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒത്തിരി സമയമൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണെന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു കൊച്ചു ടിപ്സ്, ഒരു ട്രിക്സ് നിങ്ങൾക്കൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. എല്ലാ ദിവസവും നമ്മുടെ ഹെക്റ്റിക് ഷെഡ്യൂൾ മൂലം ഫാമിലിയുണ്ട്, കുട്ടികളുണ്ട്, അവരുടെ കാര്യം നോക്കണം, കുട്ടികളെ സ്കൂളിൽ വിടണം, ഫാമിലിയുടെ കാര്യം നോക്കണം, ഡ്യൂട്ടിക്ക് പോകണം, എല്ലാം കൂടെ കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഡെയിലി ഒരു എ പാർട്ട് റീഡിങ്ങിൻ്റെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് യു ക്യാൻ സ്പെൻഡ് 15 minutes ഫോർ ദാറ്റ്. ഒരു 15 minutes അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി ബി പാർട്ട് എടുക്കുക, അതിലെ ഒരു 1 question ഫോർ 2 minutes നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇനി സി പാർട്ടിൽ നിന്ന് നമുക്ക് 16 questions ആണുള്ളത് അറിയാം. അതിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, ഡെയിലി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എപ്പോഴാണ് ഓഫ് കിട്ടുന്നത്, വെനെവർ യു ആർ ഫ്രീ, ദാറ്റ് ടൈം യു ക്യാൻ ഡു കംപ്ലീറ്റ് ബി പാർട്ട് ആൻഡ് സി പാർട്ട്. അത് ആസ് മച്ച് ആസ് പോസിബിൾ ചെയ്യാൻ കേട്ടോ. ഒരു മെറ്റീരിയൽ തന്നെ ചെയ്യണമെന്നില്ല, എത്രത്തോളം ഇരുന്ന് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇരുന്ന് ചെയ്യുക. പക്ഷേ റെഗുലറായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു എ പാർട്ടെങ്കിലും ചെയ്യണം. നമ്മളൊരു OET അടുത്ത ഒരു ട്രിക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ OET പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ റെഗുലറായിട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ, അതായത് ഡ്യൂട്ടി ഇല്ലാതെ വേറെ ഒന്നുമില്ല, നമ്മൾ OETക്ക് വേണ്ടി മാത്രം ചിലവഴിക്കുവാണെങ്കിൽ 6 hours ആണ് നമ്മൾ റെഗുലറായിട്ട് ചിലവഴിക്കേണ്ടത്. 6 hours ഒരു 2 months സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, 1 month സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡേറ്റ് എടുക്കാം. അടുത്ത 1 month വരെ എക്സാമിൻ്റെ തലേന്ന് വരെ 6 hours സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ 2 monthsനുള്ള എക്സാം എഴുതി നമുക്ക് ക്ലിയർ ചെയ്യാം. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് നമ്മൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് OET സക്സസ്ഫുള്ളി കിട്ടുകയുള്ളൂ.
ഇനി ഡ്യൂട്ടിക്ക് പോയി ഉള്ളവരാണെങ്കിൽ റെഗുലറായിട്ടൊരു 4 hours മാറ്റി വെച്ചാൽ നമുക്കൊരു 3 months കൊണ്ട് 2 months കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാം. 2 monthsൻ്റെ കഴിയുമ്പോഴേക്ക് നമ്മൾ ഡേറ്റ് എടുത്തിട്ട് 3 monthsനുള്ളിൽ നമ്മൾ എക്സാം എഴുതി ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു 2 ട്രിക്സാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ടൈമിംഗ്, എത്ര ടൈം വെച്ച് പഠിക്കണം. രണ്ടാമത്തേത്, എ പാർട്ട് എല്ലാ ദിവസവും ചെയ്യുക. അറ്റ്ലീസ്റ്റ് ബി ആൻഡ് സി ഈ 1 question വെച്ച് ചെയ്യുക. കാരണം നമ്മൾക്ക് എന്താണ് ബി, എന്താണ് സി എന്നൊന്നും മറന്നു പോകാതെ ഐഡൻറ്റിഫൈ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോകളുമായിട്ട് നെക്സ്റ്റ് ഡേയിൽ വരുന്നതായിരിക്കും. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു സോ മച്ച്.